അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഫിഖ്ഹ് ക്ലാസിൻ്റെ 11ാമത്തെ ക്ലാസ്സാണിത്. നിസ്കാരത്തിൻ്റെ 10 ഷർത്തുകളും ആ ഷർത്തുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെയാണ് കഴിഞ്ഞ 10 ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ നിസ്കാരത്തിലേക്ക് കടക്കുകയാണ്. ഫർളായ നിസ്കാരം നിസ്കരിക്കുമ്പോൾ നിർബന്ധമായും പാലിക്കേണ്ട റുക്നുകളാണ് ഇനി നമ്മളുടെ വിഷയമായി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നിസ്കരിക്കുന്ന ഓരോ നിസ്കാരവും അതിലെ അപാകതകളുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുകയും ഉണ്ടെങ്കിൽ അത് തിരുത്തുകയും, അതുപോലെ നമ്മുടെ മക്കൾ, കുടുംബങ്ങളെയൊക്കെ നിസ്കാരം പരിശീലിപ്പിക്കുമ്പോൾ ഇനി പറയാൻ പോകുന്ന വിഷയങ്ങളൊക്കെ കൃത്യമായി അവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് കൂടെ നമ്മൾ നോക്കിയിട്ട് വേണം ഇൻഷാ അല്ലാഹ് നിസ്കാരത്തെ നമ്മൾ ശീലമാക്കാനും നമ്മളുടെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാനും. അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റുകുറ്റങ്ങളില്ലാത്ത നിലക്ക് അമലുകളൊക്കെ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ നമ്മൾ കിതാബിലേക്ക് കടക്കുന്നു. ഫസ്ലുൻ വഅർക്കാനു സ്വലാത്തി 19 ഫർദൻ. നിസ്കാരത്തിൻ്റെ റുക്നുകൾ 19 ഫർദൻ, 19 ഫർദുകളാണ്. നിസ്കാരത്തിൻ്റെ റുക്നുകൾ നമ്മൾ 14 എന്നാണ് എപ്പോഴും കേൾക്കാറുള്ളത്. നമ്മുടെ കിതാബിൽ 19 എണ്ണിയിട്ടുള്ളത്. അതങ്ങനെ എണ്ണാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ 14 റുക്നുകളിൽ തുമഅ്നീനത്ത് എന്ന് പറയുന്ന ഒന്നുണ്ട്. റുക്കൂഴ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തുമഅ്നീനത്ത് എണ്ണാറുണ്ട്. അത് നമ്മൾ സാധാരണ അത് ഒന്നായിട്ടാണ് എണ്ണാറുള്ളത്. സത്യത്തിൽ തുമഅ്നീനത്ത് റുക്കൂഴിലുള്ള തുമഅ്നീനത്ത് ഒന്ന്, ഇഅ്തിദാലിൽ മറ്റൊന്ന്, ഒന്നാമത്തെ സുജൂദിൽ ഒന്ന്, സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ഒന്ന്, രണ്ടാമത്തെ സുജൂദിൽ ഒന്ന്. യഥാർത്ഥത്തിൽ 5 തവണ അടങ്ങി താമസിക്കണം. തുമഅ്നീനത്ത് എന്ന് പറഞ്ഞാൽ ആ റുക്നിൽ ഒന്ന് അല്പം അടങ്ങി താമസിക്കുക, ഉടനെ പോയി വരാതെ അല്പം അവിടെ ഒരു സാവകാശം അവിടെ കൊടുത്ത് ഒന്ന് എല്ലാ അനക്കങ്ങളും ഒന്ന് അടങ്ങി ഒരു സുബ്ഹാനല്ലാഹി എന്ന് ചൊല്ലുന്ന ഖദറെങ്കിലും അവിടെ നിൽക്കുക എന്നുള്ള സംഭവമാണ് ഈ തുമഅ്നീനത്ത്. അത് 5 ഇടത്തുണ്ട്. അപ്പം തന്നെ എന്തായി, അവിടെ 5 എണ്ണം ഒന്നാക്കുമ്പോൾ ഇവിടെ 5 എണ്ണം ഒന്നിച്ചെണ്ണിയാൽ 19 ആയല്ലോ. അതുപോലെ സുജൂദ് എണ്ണുമ്പോൾ 2 സുജൂദ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നാണ് എണ്ണാറുള്ളത്. ഇവിടെ ഒന്നാമത്തെ സുജൂദ്, പിന്നെ ഇടയിലുള്ള ഇരുത്തം, രണ്ടാമത്തെ സുജൂദ്, അങ്ങനെ വേറെ വേറെ എണ്ണുമ്പോൾ ടോട്ടലി 19 തന്നെ ഉണ്ടാവും. അപ്പോൾ ഏതായിരുന്നാലും വഴിയെ നമുക്കത് മനസ്സിലാകും എങ്ങനെയാണത് 19 ആകുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കിതാബിൽ പറയുന്ന റുക്നുകൾ എത്രയാണ്? 19 ഫർദൻ, 19 ഫർദാണ്. ഒന്നാമത്തെ ഫർദ്, അതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അർ-റുക്നുൽ അവ്വൽ അൻ-നിയ്യ. ഒന്നാമത്തെ റുക്ന് അൻ-നിയ്യത്തു, നിയ്യത്താണ്. നിയ്യത്ത് വെക്കുക. നിയ്യത്ത് ഖൽബ് കൊണ്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഒരു ഫർള് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ നിയ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങളാണ് ഇനി നമ്മുടെ മുസന്നിഫ് പറയുന്നത്. വശുറൂതുഹാ സിത്തത്തുൻ. നിയ്യത്തിൻ്റെ ഷർത്തുകൾ 6 എന്ന് പറഞ്ഞാൽ ആ നിയ്യത്തായി പരിഗണിക്കണമെങ്കിൽ നമ്മുടെ നിയ്യത്തിൽ 6 നിബന്ധനകൾ ഒക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് നോക്കാം. ഒന്ന്, അൽ അവ്വലു അൻ യഖ്സിദ ഫിഅല സ്വലാഹ്. നിസ്കാരമാകുന്ന പ്രവർത്തനത്തെ പ്രത്യേകം ഉദ്ദേശിക്കുക. എന്ന് പറഞ്ഞാൽ ഞാൻ നിസ്കരിക്കുന്നു, ഞാൻ നിസ്കരിക്കുകയാണ് എന്ന നിയ്യത്ത്, എന്ന കരുത്ത്, എന്ന ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. അതായത് ഉസല്ലി എന്ന് നമ്മൾ കരുതുന്നു, ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയണം എന്നർത്ഥം. രണ്ടാമത്തത് വസ്സാനി അൻ യുഅയ്യിന സ്വലാത്ത. ഏത് നിസ്കാരമാണോ ആ നിസ്കാരത്തെ നിർണയിക്കണം. ളുഹ്റാണെങ്കിൽ ളുഹ്റാണെന്ന് പറയണം, അസ്റാണെങ്കിൽ അസ്റാണെന്ന് പറയണം. ഏതാണ് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരമെന്ന് നമ്മളുടെ നിയ്യത്തിൽ നിർണയിച്ചിരിക്കണം. അപ്പോൾ ഉസല്ലി ളുഹ്റ എന്ന് പറഞ്ഞാൽ നിർണയിക്കലായി. ഫർളായ നിസ്കാരത്തിൻ്റെതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഇനി അതേതുപോലെ കൽളുഹ്രി വൽ അസ്രി വൽ ജുമുഅത്തി വഗൈരിഹിന്ന. ളുഹ്ർ നിസ്കാരം പോലെ, അസ്ർ നിസ്കാരം പോലെ, ജുമുഅ നിസ്കാരം പോലെ, വഗൈരിഹിന്ന അതല്ലാത്ത മറ്റു നിസ്കാരങ്ങളെ പോലെ ഏതാണോ നിസ്കരിക്കുന്നത് ആ നിസ്കാരം ഏതാണെന്ന് നമ്മൾ നിർണയിക്കണം.
അപ്പോൾ ഞാൻ നിസ്കരിക്കുന്നു എന്ന കരുത്തുണ്ടാകണം. അതോടൊപ്പം ഏത് നിസ്കാരമാണ് എന്ന് പ്രത്യേകം സെലക്ട് ചെയ്യണം, നിർണയിക്കണം. വസാലിസു മൂന്നാമത്തെ നിബന്ധന അൻ യതഅറദ ലിൽ ഫർദിയ്യതി ഫിൽ ഫർദി ഇൻ കാന ബാലിഗ. നിസ്കരിക്കുന്നയാള് പ്രായപൂർത്തിയായ വ്യക്തിയാണെങ്കിൽ എന്താണ്, ഫർദ് നിസ്കാരത്തിൽ ഫർദാണെന്നു പ്രത്യേകം പറയണം. ഫർദുള്ള വെളിവാകണം എന്ന് പറഞ്ഞാൽ ഫർദാണെങ്കിൽ ഫർദാണ് എന്ന് പ്രത്യേകം പറയണം. അപ്പൊ ഉസല്ലി ഫർദുഹ്രി, ളുഹ്ർ എന്ന ഫർദ് നിസ്കാരം, അല്ലാതെ ളുഹ്ർ നിസ്കരിക്കുന്നു മാത്രം പറഞ്ഞാൽ പോരാ. എന്തു പറയണം? ളുഹ്ർ എന്ന ഫർദ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, അസ്ർ എന്ന ഫർദ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. ഉസല്ലി ഫർദുഹ്രി, ഉസല്ലി ഫർദൽ അസ്രി, ഉസല്ലി ഫർദൽ മഗ്രിബി എന്നിങ്ങനെ ഏത് നിസ്കാരമാണ് ആ നിസ്കാരം ഏതാണെന്ന് പറയലോടൊപ്പം നിസ്കാരം ഫർദാണെങ്കിൽ ഫർദാണെന്ന് പ്രത്യേകം പറയണം. അത് ഫർദ് നിസ്കാരത്തിലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഫർദിൽ അത് പറയണമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ പ്രായപൂർത്തിയായ ആൾക്ക് അതുള്ളൂ എന്ന് പറയാൻ കാരണം, ആവാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിസ്കാരം ഫർദായിട്ടില്ലല്ലോ. ഫർദായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് നിർബന്ധമായും ചെയ്യണമെന്ന കീർത്തന അവരോടില്ല. അതുകൊണ്ട് തന്നെ അവർ ഫർദാണെന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതല്ലാത്തവർ ബുലൂഗെത്തിയ പ്രായപൂർത്തിയായ ആരും നിസ്കരിക്കുമ്പോൾ ഫർദാണെങ്കിൽ ഫർദാണെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കണം, പ്രത്യേകം പറയണം. അതുപോലെ വറാബിഉ നാലാമത്തെ നിബന്ധന അൻ യതഅറദ ലിഅദാഇൻ മൻ അലൈഹി ഫായിതതുൻ ഇൻ കാനത്തിൽ മുഅദ്ദയാതു മിസ്ലഹ. നാലാമത്തെ നിബന്ധനയായിട്ട് പറയുന്നത് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്. അതായത് നിസ്കരിക്കുന്ന വ്യക്തി അയാൾക്ക് കുറേ ഖളാ ആയ നിസ്കാരങ്ങളുണ്ട്, കുറേ അദാ ആയ നിസ്കാരങ്ങളുണ്ട്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ളുഹ്ർ നിസ്കരിക്കുമ്പോൾ അത് അദാ ആവാനും ചാൻസ് ഉണ്ട്, ഖളാ ആകാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവർ അദാ ആണെങ്കിൽ അദാ ആണ് എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കണം, പ്രത്യേകം കരുതിയിരിക്കണം. ഖളാ ആണെങ്കിൽ ഖളാ ആണ് എന്ന് പറഞ്ഞിരിക്കണം. അതായത് ഇപ്പോ ചില ആളുകൾക്ക് സുബഹി മാത്രമേ ഖളാ ഉണ്ടാവുള്ളൂ. ഒരു 8-10 കൊല്ലക്കാലം സുബഹി നിസ്കരിക്കില്ലായിരുന്ന ഒരാൾ, അങ്ങനെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം സുബഹി നിസ്കാരത്തിൽ മാത്രം അദാവും ഖളാവും പ്രത്യേകം പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഈ നിസ്കരിക്കുന്ന നിസ്കാരം പോലത്തെ ഖളാ അയാളുടെ ഉത്തരവാദിത്വത്തിൽ വേറെയും ഖളാ വീട്ടാനുള്ളയാളാണെങ്കിൽ അങ്ങനെയുള്ളവർ അദാ ആണെങ്കിൽ അദാ ആണെന്ന്, ഖളാ ആണെങ്കിൽ ഖളാ ആണെന്ന് പ്രത്യേകം നിയ്യത്തിൽ പരാമർശിച്ചിരിക്കണം എന്നർത്ഥം. അങ്ങനെ ഇല്ലാത്തവർ കുഴപ്പമില്ല, ഇതുവരെ ഒറ്റ നിസ്കാരം ഖളാ ആവാത്ത ഒരാളാണ്, അങ്ങനെയുള്ളവർ അദാ ഖളാ പറയൽ നിർബന്ധമില്ല, എങ്കിലും അദാവും ഖളാവും പറയൽ എന്താണ്, സുന്നത്താണ്. അപ്പോ അദാ നിസ്കരിക്കുമ്പോൾ അദാ ആണെന്ന് പ്രത്യേകം പറയാ, ഖളാ നിസ്കരിക്കുമ്പോൾ ഖളാ ആണെന്ന് പ്രത്യേകം മനസ്സിൽ കരുതുക. ആര് കരുതണം? നിലവിൽ അദാവും ഖളാവും ഒക്കെ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം കുറെ അദാവും ഖളാ ഒക്കെ അക്കൗണ്ടിൽ ബാക്കിയുള്ള ആള് അങ്ങനെ കരുതണം. അതാണ് ആ പറഞ്ഞത്. എന്താണ്? വറാബിഉ അൻ യതഅറദ ലിഅദാഇൻ, അദാ ആണെങ്കിൽ അദാ ആണെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കണം, അദാ കൊള്ള വെളിവാകണം. മൻ ഒരാള്, ആരാണ്? അലൈഹി ഫായിത, അവന്റെ മേൽ കുറെ നഷ്ടപ്പെട്ട നിസ്കാരങ്ങളുണ്ട്. ഖളാ വീട്ടാൻ ഒരുപാട് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിസ്കാരം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാകുമ്പോൾ അയാൾ അദാ ആണെങ്കിൽ അദാ ആണെന്ന് പറയണം. എപ്പോൾ? ഇൻ കാനത്തിൽ മുഅദ്ദയാതു മിസ്ലഹ, അവന അദാ ആയി നിസ്കരിക്കുന്ന നിസ്കാരം ഖളാ ആയതിനോട് സമാനമായ നിസ്കാരമാണെങ്കിൽ. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുബ്ഹി നിസ്കാരം, ഇപ്പോ അവനിക്ക് സുബ്ഹി മാത്രമേ ഖളാ ഉള്ളൂ, എന്നാ പിന്നെ ളുഹറും അസ്റും മഗ്രിബിലൊന്നും നിർബന്ധമില്ല. അതേസമയം സുബ്ഹിയിൽ നിർബന്ധമാകും. അതായത് ഈ അദാ ആയി നിസ്കരിക്കുന്ന നിസ്കാരം അതിനോട് തുല്യമായതാണ് ഖളാ ആയി പോയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവൻ ഈ അദായിൽ അദാ ആണെന്ന് പ്രത്യേകം പറയേണ്ടി വരും. വകദാലിക അൽ അക്സു, ഇപ്രകാരം തന്നെയാണ് ഇതിന്റെ വിപരീതവും. വിപരീതം എന്ന് പറഞ്ഞാൽ ഖളാ ആയി നിസ്കരിക്കുന്നയാള് ഖളാ ആണെന്ന് പറയണം. എപ്പോൾ? ഈ അദാ ആയി നിസ്കരിക്കാനുള്ളതും ഈ ഖളാഇനോട് തുല്യമായ നിസ്കാരങ്ങളാണെങ്കിൽ. അപ്പോ അദാ ആയി നിസ്കരിക്കാനും അദാ ആയി നിസ്കരിക്കാൻ ളുഹുർ നിസ്കരിക്കാനുണ്ട്. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഇപ്പോൾ ളുഹുർ നിസ്കരിക്കുമ്പോൾ അത് അദാ ആവാനും ഖളാ ആവാനും ചാൻസ് ഉണ്ട്.
അങ്ങനെയുള്ളയാൾ ഞാൻ നിസ്കരിക്കുന്നത് ഖളാ ആണെങ്കിൽ ഖളാ ആണെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കണം, അദാ ആണെങ്കിൽ അദാ ആണെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കണം. അദാ ആയ ഒറ്റ നിസ്കാരമില്ല, ഫുള്ള് ഖളാ, അങ്ങനത്തെ ആൾക്ക് പിന്നെ എന്ത് പറയാനുണ്ടാവില്ല. ആ സമയത്ത് അങ്ങനെ ഖളാ ആണെന്ന് പ്രത്യേകം പറയാനുണ്ടാവില്ല. അപ്പോ നിലവിൽ അദാഉം ഖളാഉം ഒരേ നിസ്കാരം കുറെ ബാക്കിയുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ അയാൾ അദാ ആണെങ്കിൽ അദാ ആണെന്നും ഖളാ ആണെങ്കിൽ ഖളാ ആണെന്നും പറയൽ നിർബന്ധമാണ്, ഷർത്താണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് പറയൽ സുന്നത്തേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി വൽ ഖാമിസു, അഞ്ചാമത്തെ നിബന്ധന, അൻ യകൂന നിയ്യതു ബിൽ ഖൽബ്, നിയ്യത്ത് ഹൃദയം കൊണ്ടായിരിക്കണം. നാവ് കൊണ്ട് പറയൽ നിയ്യത്തിൽ സുന്നത്തേ ഉള്ളൂ, നാവല്ല പ്രധാനം, ഖൽബാണ്. നിയ്യത്ത് ഖൽബിലാണ്. ഞാൻ ളുഹ്ർ എന്ന ഫർദ് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി, അല്ലാഹു തആലാക്ക് വേണ്ടി എന്നുള്ളതൊക്കെ സുന്നത്താട്ടോ. അല്ലാഹു തആലാക്ക് വേണ്ടി എത്ര റക്അത്താണ്? 4 റക്അത്ത്. ആ റക്അത്തിന്റെ എണ്ണൊക്കെ പറയൽ നിർബന്ധമുള്ള കാര്യമില്ല. അപ്പോൾ 4 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലാക്ക് മുന്നിട്ട് കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു. അപ്പോൾ ളുഹ്ർ എന്ന ഫർദ് നിസ്കാരം അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു, ഇത്രയും നിർബന്ധമാണെന്ന് വന്നു. അദാഉം ഖളാഇനും നമ്മൾ പറഞ്ഞ ആൾക്കാർക്കാണ് നിർബന്ധമാവാന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ ഈ നിയ്യത്ത് എന്തുകൊണ്ടായിരിക്കണം? അൻ യകൂന ബിൽ ഖൽബ്, വായ കൊണ്ട് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഖൽബിൽ ആ നിയ്യത്ത് വന്നിരിക്കണം. ആ നിയ്യത്ത് ഖൽബ് കൊണ്ടാവൽ നിബന്ധനയാണ്. ഹൃദയത്തിലില്ലാത്ത വെറും പറച്ചിൽ കൊണ്ട് മാത്രം നിസ്കാരം സ്വഹീഹാവില്ല, നിയ്യത്ത് സ്വഹീഹാവില്ല. ഇനി വസാദിസു, ആറാമത്തത്, അൻ യകൂന നിയ്യതു മുഖ്തരിനതൻ ബിഅവ്വലി തക്ബീർ വസ്തിദാമതുഹു ഇലാ ആഖിരിഹി. ആറാമത്തെ നിബന്ധന, അൻ യകൂന നിയ്യതു, നിയ്യത്താവണം, മുഖ്തരിനതൻ ബിഅവ്വലി തക്ബീർ. നിയ്യത്ത് വെക്കേണ്ട സമയം എപ്പോഴറിയോ? തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മുമ്പല്ല, അങ്ങനെ മനസ്സിലാക്കരുത്. നിയ്യത്ത് വെക്കേണ്ട സമയം എന്ന് പറയുന്നത് അല്ലാഹു അക്ബർ, ആ ആൻഡ്യം റാൻഡ്യം അടിയിൽ നിയ്യത്ത് വരണം. ആ മുതൽ റാ വരെ തക്ബീർ ചൊല്ലുമ്പോൾ എപ്പോഴും നമ്മുടെ ഖൽബിൽ ആ നിയ്യത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ വേറെ ഒരു ചിന്ത ഉണ്ടാകാൻ പാടില്ല. ഇത് അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ അല്ലാഹു അക്ബർ ആ ഹംസ മുതൽ റാ വരെ നമ്മളെ നിയ്യത്ത് ഉണ്ടായിരിക്കണം. നമ്മുടെ ഖൽബിൽ ആ നിയ്യത്ത് ഇങ്ങനെ വരണം. സിമ്പിളായിട്ട് വരും, അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. നമ്മൾ നിസ്കരിക്കുമ്പോൾ എന്തെല്ലാം മനസ്സിൽ കൊണ്ടുവരാറുണ്ട്, അതൊന്നും പോലെയല്ലല്ലോ ദാ ളുഹ്ർ എന്ന ഫർദ് നിസ്കാരം. അപ്പം അതിങ്ങനെ ഖൽബിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ആയാസത്തിന്, ഒരു എളുപ്പത്തിനാണ് ആദ്യം നമ്മളത് പറയൽ സുന്നത്താക്കിയത്. അപ്പോൾ ആദ്യം നിയ്യത്ത് പറയൽ സുന്നത്തുണ്ട് അല്ലേ? അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് അല്ലാഹു അക്ബർ എന്നിങ്ങനെ പറയുമ്പോൾ ആ പറഞ്ഞത് നമ്മളെ ഖൽബിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക, അല്ലാഹു അക്ബർ. അപ്പോൾ ഖൽബിൽ ളുഹ്ർ എന്ന ഫർദ് നിസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന ആ ഫർദായ നിയ്യത്തെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതാണ് ആ നിയ്യത്താകണം. മുഖ്തരിനതൻ ബിഅവ്വലി തക്ബീർ, തക്ബീറിന്റെ ആദ്യത്തിലെ തക്ബീറിന്റെ കൂടെ യോജിച്ചുണ്ടായിരിക്കണം. അതുപോലെ തന്നെ വസ്തിദാമതുഹു ഇലാ ആഖിരിഹി, തക്ബീർ കഴിയുന്നത് വരെ, തക്ബീറിന്റെ അവസാനം വരെ ആ നിയ്യത്ത് നമ്മുടെ ഖൽബിൽ ഇങ്ങനെ നിലനിൽക്കുകയും വേണം, ദായിമായി ഉണ്ടാകണം എന്നർത്ഥം. ഇത് ഒരു നിബന്ധനയാണ്. അത്ര വലിയ പ്രയാസമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്കെങ്കിലും ഒന്ന് ഹംസയുടെയും റാഇന്റെയും ഇടയിൽ ഒന്ന് കൊണ്ടുവന്നാൽ മതിയാകുമെന്നും, അതല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് ഈ തക്ബീറിനോട് മുട്ടിക്കൊണ്ട് ളുഹ്ർ എന്ന ഫർദ് നിസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്നാണ് നിയ്യത്ത് വെച്ച് ഉടനെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലും മതിയാകും എന്ന് ഫത്ഹുൽ മുഈനിലൊക്കെ ചില മഹാന്മാർ പറഞ്ഞതായ ഉദ്ധരണികൾ കാണാം. അപ്പോൾ ഇത് പ്രയാസകരമല്ലാതെ ഇങ്ങനെ സാധിക്കുന്നവർ ഇങ്ങനെ തന്നെ നിയ്യത്ത് വെക്കണം. അല്ലാത്തവർ ഖൽബ് കൊണ്ട് തന്നെ നിയ്യത്ത് വരണം. ആ നിയ്യത്ത് തക്ബീറത്തുൽ ഇഹ്റാമിനോട് യോജിച്ചു എന്ന് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ തൊട്ട് മുമ്പായി അതിനോട് യോജിപ്പിച്ച് അങ്ങോട്ട് ചെല്ലിയാലും മതിയാവുമെന്ന് പറഞ്ഞ ഫുഖഹാ ഉണ്ട്. ഏതായിരുന്നാലും നമ്മുടെ കിതാബിൽ പറഞ്ഞത് ഹംസ മുതൽ റാ വരെ തക്ബീർ നമ്മുടെ നിയ്യത്ത് നമ്മുടെ ഖൽബിൽ ഉണ്ടാവണമെന്നാണ്. ആ നിയ്യത്ത് എന്തൊക്കെയായിരിക്കണം? അതിൽ ഏതാണ് ഞാൻ നിസ്കരിക്കുന്നു എന്ന്
കരുതണം, ഏതാണ് നിസ്കാരം എന്ന് കരുതണം, അത് ഫർദാണെങ്കിൽ ഫർദാണെന്ന് പ്രത്യേകം കരുതണം. അദാവും ഖളാവും പിന്നെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദാ ആണെങ്കിൽ അദാ ആണെന്നും ഖളാ ആണെങ്കിൽ ഖളാ ആണെന്നും പ്രത്യേകം നിർണയിക്കലടക്കം നിബന്ധനയാണ് എന്ന് നമുക്ക് നിയ്യത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാം. അല്ലാഹു തആല നമ്മുടെ ഇബാദത്തുകളിൽ വരുന്ന എല്ലാ അപാകതകളും അള്ളാഹു നമുക്ക് മാപ്പാക്കട്ടെ. ഈ നിയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സുന്നത്തുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, അള്ളാഹു തആലാക്ക് വേണ്ടി എന്ന് പറയൽ സുന്നത്താണ്. അതുപോലെ തന്നെ ഇതുപോലെ അദാവും ഖളാ ഒന്നും ഇല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അദാ എന്നോ ഖളാ എന്നോ പ്രത്യേകം പറയലും അത് സുന്നത്താണ്. അതുപോലെ തന്നെ ഖിബിലാക്ക് മുന്നിട്ടുകൊണ്ട് എന്ന് പറയൽ സുന്നത്താണ്. നിസ്കാരങ്ങളുടെ റക്അത്തുകളുടെ എണ്ണം എത്രയാണ്, ളുഹറാണെങ്കിൽ 4 എന്നൊക്കെ പ്രത്യേകം പറയൽ എന്താണ്, സുന്നത്താണ്. അതുപോലെ നിയ്യത്ത് വായ കൊണ്ട് ഉച്ചരിക്കൽ അതും സുന്നത്താണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഫർളായ നിസ്കാരങ്ങളിലാണ് ഇത്രയും നിബന്ധനകളുള്ളത്. സുന്നത്തായ നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് നിസ്കാരത്തിൽ നിർബന്ധമുള്ളത് നിസ്കരിക്കുന്നു എന്നും ഏത് നിസ്കാരമാണെന്നും പ്രത്യേകം തഈൻ ചെയ്യണം. ഇപ്പോൾ ളുഹറിന്റെ മുമ്പുള്ള നിസ്കാരമാണെങ്കിൽ, സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ ളുഹറിന് മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് എന്ന് തന്നെ പറയണം. ഈ ശേഷമുള്ള 2 റക്അത്ത് നിസ്കരിക്കുന്നവർ ളുഹറിന് ശേഷമുള്ള 2 റക്അത്ത് റവാത്തിബ് എന്ന് തന്നെ എന്ത് ചെയ്യണം, പറയണം. തറാവീഹ് ആണെങ്കിൽ തറാവീഹ് എന്ന് പറയണം. പിന്നെ വിത്ര ആണെങ്കിൽ വിത്ര എന്ന് പറയണം. ദുഹയാണെങ്കിൽ ദുഹ എന്ന് പറയണം. അപ്പൊ ഏത് നിസ്കാരമാണ്, ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ ആദ്യത്തെ 2 ഖസ്ദുൽ ഫിഅൽ, നിസ്കരിക്കുന്നു എന്ന് കരുതുക, അതുപോലെ തന്നെ തഈൻ ചെയ്യുക ഏത് നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരം. പിന്നെ സുന്നത്താണെന്ന് പ്രത്യേകം പറയൽ സുന്നത്തേ ഉള്ളൂ, സുന്നത്ത് ആണെന്ന് പ്രത്യേകം പറയൽ നിർബന്ധമില്ല. ഫർദിൽ ഫർദാണെന്ന് പറയൽ നിർബന്ധം ഉണ്ടായതുപോലെ സുന്നത്തിൽ സുന്നത്താണെന്ന് പറയൽ നിർബന്ധമില്ലെങ്കിലും സുന്നത്താണെന്ന് പറയൽ സുന്നത്തായിട്ട് വരും കേട്ടോ. അപ്പോൾ അതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനി അങ്ങനെ ഒന്നുമില്ല, വെറും സുന്നത്ത് നിസ്കാരാണെങ്കിൽ ഒരു പേരൊന്നുമില്ല, എത്ര സുന്നത്ത് നിസ്കരിക്കാനോ, അപ്പോൾ അള്ളാഹു തആല 2 റക്അത്ത് അള്ളാഹു സ്വല്ലിന്ന് മാത്രം നിയ്യത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വെറും സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റു നിസ്കാരങ്ങളുടെ കൂടെ കൂട്ടി നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരങ്ങളിലും അത്ര മതിയാവും. അതായത് ഇപ്പോൾ വുദൂഇന്റെ ശേഷം 2 റക്അത്ത് നിസ്കരിക്കണം, അപ്പോൾ അത് നമുക്ക് റവാത്തിബ് സുന്നത്ത് നിസ്കാരത്തിന്റെ കൂടെ കൂട്ടി നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരങ്ങളാണ്. തഹയ്യത്ത് നിസ്കാരം അതിൽപ്പെട്ടതാണ്. അങ്ങനെയുള്ള നിസ്കാരങ്ങളിൽ ഉസല്ലി മാത്രം മതിയാവും, ഞാൻ നിസ്കരിക്കുന്നത് മാത്രം കരുതിയാൽ മതിയാകും. എന്നാൽ അങ്ങനെ മറ്റൊന്നിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ പാടില്ലാത്ത സ്വന്തമായ സുന്നത്ത് നിസ്കാരങ്ങളെ നിസ്കരിക്കുമ്പോൾ അവിടെ ഞാൻ നിസ്കരിക്കുന്നു എന്നതോടൊപ്പം ഏത് നിസ്കാരമാണെന്ന് പ്രത്യേകം നിർണയിക്കലും ഷർത്താണ്. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് നാഫിയായ ഇൽമ് അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മുസന്നിഫിന്റെ പേരിലും മഹാന്മാരുടെ പേരിലൊക്കെ ഫാത്തിഹ ഓതുക. ഇലാ ഹദറാത്തിഹിം അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.